ശ്രീ ജി വി ഹരി, നമ്മൾ ഈ ഹാഷിം അരിയിൽ പറഞ്ഞ് അവസാനിപ്പിച്ച പോയിന്റിലേക്കൊന്ന് അതിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ഒരു സിം കാർഡ് ഒരാൾ എടുത്തു നൽകുകയാണ്. നന്ദുലാൽ എന്നാണ് പേര്. വീണയും റിയാസും ആവശ്യപ്പെട്ടതനുസരിച്ച് താൻ സിം കാർഡ് എടുത്തു നൽകി. അതെന്തിനു ഉപയോഗിച്ചു എന്നറിയുന്നില്ല എന്നാണ് നന്ദുലാൽ മാധ്യമങ്ങളോടടക്കം പറയുന്നൊരു സ്ഥിതി ഉണ്ടായത്. ഇഡിയുടെ പത്രക്കുറിപ്പിലും വളരെ കൃത്യമായി ഈ കാര്യം പറയുന്നുണ്ട്. ഇതിനൊക്കെ തെളിവെവിടെ? നിങ്ങളോട് ഇത് ആര് പറഞ്ഞു? CPM പോലെ ഒരു വലിയ പ്രസ്ഥാനം, അതിൻ്റെ അമരക്കാരനായ ക്യാപ്റ്റൻ, ആ ക്യാപ്റ്റൻ്റെ മകൾക്കെതിരെ ഇങ്ങനെയൊന്നും പറയരുത്, മോശമല്ലേ എന്നുള്ള രീതിയിൽ ഹാഷിം സംസാരിക്കുകയാണ്. അപ്പോൾ ഇവർ അറിഞ്ഞിട്ടും കണ്ടില്ലെന്ന് നടിക്കുകയാണോ, അതോ ഇങ്ങനെ പ്രതികരിച്ചാൽ മതി എന്നിവർ തീരുമാനിക്കുകയാണോ? എന്താണ് തോന്നുന്നത്? നമുക്ക് ഹാഷിം അരിയിൽ നല്ല ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഇപ്പോഴും അപൂർവം ചില കമ്മ്യൂണിസ്റ്റ് നന്മകളൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരാളായതുകൊണ്ടാണ്. നാഷണൽ ലീഗിന്റെ പ്രതിനിധിയാണ്. ഇനിയിപ്പോൾ CPM എത്തുമായിരിക്കും ഒരു പക്ഷേ. അങ്ങനെയല്ല, അദ്ദേഹം ഞാൻ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPM കാരനാണെന്ന് അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശയങ്ങൾ ഉൾക്കൊള്ളുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആർക്കും കമ്മ്യൂണിസ്റ്റ് ആവാം, ഇല്ലേ? ശരിയല്ലേ ഹാഷിം അരിയിൽ? അപ്പോൾ അദ്ദേഹം CPM കാരനാണ്. അതെ, CPM കാരനെന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തെ പോലെ കമ്മ്യൂണിസത്തിൽ ഇപ്പോഴും വിശ്വസിക്കുന്നത് കൊണ്ടാണ് അതെ 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 എല്ലാവരും ഉണ്ട്. അപ്പോൾ കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയത്തിൽ ഇപ്പോഴും വിശ്വസിക്കുന്നതുകൊണ്ടാവാം ഒരുപക്ഷെ അദ്ദേഹം ഇന്നത്തെ ഈ ചർച്ചയിൽ അദ്ദേഹം സധൈര്യം വന്നിരിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ അദ്ദേഹം വിശ്വസിക്കുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കുന്നത്. എന്തോ ആയിക്കോട്ടെ. പക്ഷേ നമ്മുടെ മുമ്പിൽ 19/8/2026 EDയുടെ ഒരു പ്രസ് റിലീസ് ഉണ്ട്. അത് ശ്രീ ഹാഷിം അരിയലിൻ്റെ അറിവിലേക്കായിട്ട് ഞാൻ അതിൻ്റെ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫിന് തൊട്ട് മുമ്പുള്ളൊരു പാരഗ്രാഫ് അല്ലെങ്കിൽ ഒരു ചെറിയൊരു സെൻറ്റൻസ് വായിക്കാം. The digital devices seized from Smith Veena also had a photograph of a SIM card obtained in the name of another person for usage in a Wi-Fi router. It is suspected that the SIM card and the Wi-Fi router was obtained by her in the name of another person so as to use the same for communication through internet-based calls. All the person who were named in the handwritten accounts of Smith Veena and the person who had provided the SIM card were covered during the search. ഇങ്ങനെ ഒരു കൃത്യമായൊരു പ്രസ് റിലീസിൽ ഒരു കേന്ദ്ര ഏജൻസി പുറത്തിറക്കുമ്പോൾ അതിൻ്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. കിട്ടാതെ കിട്ടിയെന്ന് പറയാറില്ല. പക്ഷേ തെളിവുകൾ നമ്മൾ കൃത്യമായി കോടതിയിലേക്ക് കൊണ്ടുപോവുകയും കൊടുക്കുകയും ഒക്കെ വേണം. ഇവിടെ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ട് ഇപ്പം ഹാഷിം അരി ഉള്ളിയുടെ കാര്യം പറഞ്ഞെങ്കിലും ഈ ഉള്ളി തൊലിച്ചു വന്നപ്പോൾ സാധാരണഗതിയിലൊന്നും കാണാറില്ല. പക്ഷേ ഇപ്പോൾ ഈ 2.78 കോടിയിൽ നിന്ന് അത് 85 ലക്ഷം രൂപയുടെ ഹവാല പണ ഇടപാട് കേസിലേക്ക് ഇത് മാറുന്നു എന്നുള്ള വാർത്തകളാണ് ഏറ്റവും പുതിയതായിട്ട് കടന്നു വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു സീരിയസ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് രാജിവെച്ച് അദ്ദേഹം ഈ സ്ഥാനത്ത് നിന്ന് മാറി നിന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മകളുടെ പേരിൽ വന്നിട്ടുള്ള ഈ ആരോപണം തെറ്റാണെന്ന് തെളിയിക്കാൻ അദ്ദേഹം തയ്യാറാവണം. ഇപ്പോൾ നോക്കൂ, അധികാരത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ കൈകൾ ശുദ്ധമാണ്. അദ്ദേഹത്തിൻ്റെ കൈകൾ ശുദ്ധമായിരിക്കാം, പക്ഷേ അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവ് മുൻ മന്ത്രിയായിരുന്ന റിയാസിലോടാണ് ഇപ്പോൾ അന്വേഷണം പോകുന്നു എന്നുള്ളൊരു വാർത്തകൾ വരുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ CPMൻ്റെ ഈ രാജ്യത്ത് തന്നെ ഏറ്റവും തലമുതിർന്ന നേതാക്കന്മാരിൽ ഒരാളായിട്ടുള്ള ശ്രീ പിണറായി വിജയൻ ഈ സ്ഥാനം രാജിവെച്ച് അദ്ദേഹത്തിൻ്റെ മകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ കേസ് തീരുന്നത് വരെയെങ്കിലും അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കാനുള്ള ഒരു ആർജവം കാണിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത് കാണിക്കില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അത് നമ്മൾ പറയാറില്ല, ഈ 10 കൊല്ലത്ത് ഇത്രയും കാലം ഇത് പറഞ്ഞതിന് ശേഷം പോലും പല കേസുകൾ ഇങ്ങനെ പല തെളിവുകളോട് പുറത്തു വന്നിട്ട് പോലും ഒരല്പം പോലും ഉളുപ്പമില്ലാത്തത് കൊണ്ട് ആ സ്ഥാനത്ത് തുടരുന്നു. നമുക്കതിനകത്തൊന്നും പറയാനില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള അന്വേഷണങ്ങൾ തീർച്ചയായിട്ടും തെളിവുകൾ വളരെ പ്രധാനമാണ്, ഈ കാര്യത്തിൽ ഒരു സംശയമില്ല. പക്ഷേ ഇപ്പോഴും നമുക്ക് തെളിവുകൾ കിട്ടുന്നതിനുള്ള പരിമിതികൾ, ഇപ്പോൾ അന്വേഷണം നടക്കുന്നുണ്ടെങ്കിലും കൃത്യമായിട്ടുള്ള തെളിവുകൾ കിട്ടണം, അത് കോടതിയിൽ സമർപ്പിക്കണം, കോടതി അത് ശരിയാണെന്ന് അത് അംഗീകരിക്കുകയും വേണം. പക്ഷേ ഒരു കാര്യമുണ്ട്, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ ഇവിടെ യുവരാജ് ഗോകുൽ പറഞ്ഞതുപോലെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പണം അവർ സ്വീകരിച്ചത്? പണം സ്വീകരിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതിനകത്ത് ശ്രീ ഹാഷിം അരിയലിനും സംശയം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവിടെ വീണ വളരെ കൃത്യമായിട്ട് സമ്മതിച്ചിട്ടുണ്ട്, ഞാൻ ഈ പണം സ്വീകരിച്ചിട്ടുണ്ട്. നമുക്ക് 2014 1 ലക്ഷം രൂപയുടെ ആസ്തിയിൽ തുടങ്ങിയിട്ടുള്ള ഈ സ്ഥാപനം 2017 ആകുമ്പോഴേക്കും CMR എന്ന് പറയുന്ന ഒരു കമ്പനിയുമായി, അതിലൊന്നുകൂടി ചേർക്കണം ശ്രീ ജി വി ഹരി, അമ്മയുടെ പെൻഷൻ കാശ് ഉപയോഗിച്ച് തുടങ്ങിയ കമ്പനി. അതെ, അമ്മയുടെ 1 ലക്ഷം രൂപ പെൻഷൻ കാശ് ഉപയോഗിച്ച് തുടങ്ങിയതാണ്. ആ 1 ലക്ഷമാണ് ഇതിൻ്റെ. ഇനി അതിനകത്ത് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് അറിയാമോ? ഇൻമെക് എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയറാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. എന്താണ് ഇൻമെക് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ എന്ന് അന്വേഷിച്ചാൽ പറഞ്ഞിട്ടുണ്ട് വളരെ കൃത്യമായി. സ്കൂൾസ് ആൻഡ് കോളേജസിൻ്റെ
അതുമായി ബന്ധപ്പെട്ട ടൈം ടേബിൾ ഉണ്ടാക്കുന്നതിനും അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെൻറ്റിനും കോളേജ് മാനേജ്മെൻറ്റിനും എഡ്യൂക്കേഷണൽ സോഫ്റ്റ്വെയർ എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ CMRL എന്ന് മുതലാണ് കോളേജും സ്കൂളുകളും കേരളത്തിൽ ആരംഭിച്ചത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം ഇതൊരു പൊതുമേഖലാ സ്ഥാപനമാണെന്നും അതുമാത്രമല്ല ഇതിൻ്റെ ഒരു ഓഹരിയുടെ ഒരു നല്ല പങ്ക് സർക്കാരിൻ്റെ കയ്യിലാണ് ഇപ്പോഴും എന്നുള്ള യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു 1.72 കോടി രൂപയുടെ അഴിമതി പണം എത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല നമ്മൾ നേരത്തെ ഇത് വെറും ഒരു ഇൻകം ടാക്സ് എന്ന് പറയുന്ന ഒരു ടാക്സ് വെട്ടിച്ചതുമായി ബന്ധപ്പെട്ട കേസാണെങ്കിൽ ഏറ്റവും അവസാനമായി വന്നു നിൽക്കുന്നത് 85 ലക്ഷം രൂപ ദുബായിലേക്ക് കടത്തിയതുമായി ബന്ധപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. എന്തായാലും ഒരു കാര്യമുണ്ട്, ഇതിനകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ അനുകമ്പ അല്ലെങ്കിൽ സഹതാപം തോന്നുന്നത് എനിക്ക് പരിചയമുള്ള കുറേ CPMൻ്റെ നേതാക്കന്മാരുണ്ട്. 70 ദിവസമാണ് അവരൊക്കെ ഈ ജയിലിൽ കിടന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട്. ED തടഞ്ഞതുമായി ബന്ധപ്പെട്ട് CPMന് വേണ്ടിയിട്ടുള്ള DYFIയുടെ ഇപ്പം DFIയുടെ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അവിടത്തെയും കാഴ്ചകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് പ്രവർത്തിച്ചിരിക്കുന്ന അതിനകത്തുള്ള പ്രധാനപ്പെട്ട നമ്മുടെ ഈ തിരുവനന്തപുരത്ത് തന്നെ പ്രധാനപ്പെട്ട DYFIയുടെ നേതാക്കന്മാർ ഒരു കാര്യവുമില്ലാതെ 70 ദിവസം ഈ ED കേസുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല ആളുകളും ഈ CPMുമായി ബന്ധപ്പെട്ട് DYFIയായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ തന്നെ ഒരു മകളും അദ്ദേഹത്തിൻ്റെ ഭർത്താവും അതോടൊപ്പം ഒരു കുടുംബം മുഴുവൻ നടത്തിയിട്ടുള്ള അഴിമതിക്ക് വേണ്ടി ഒരു പാർട്ടി തന്നെ നഗ്നമായി തെരുവിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് CPM ഇതിനെ തള്ളിപ്പറയാൻ തയ്യാറാവണം. CPM വീണയെ തള്ളിപ്പറയാൻ തയ്യാറാവണം. CPM മുഹമ്മദ് റിയാസിനെ തള്ളിപ്പറയാൻ തയ്യാറാവണം. കാരണം ഈ പാർട്ടി ഇത്രയേറെ തെളിവുകൾ അല്ലെങ്കിൽ ഇത്രയേറെ കാര്യങ്ങൾ അവർക്കെതിരെ ആരോപണമായിട്ട് വന്ന് നിൽക്കുമ്പോൾ ആരോപണം മാത്രമല്ല ചിലതൊക്കെ അവർ സമ്മതിച്ചിട്ടുണ്ട്, എഴുതി കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഈ പണം ഇത്രയും പണം ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്, ഇതുവരെ സ്വീകരിച്ചിട്ടില്ലെന്നാണല്ലോ പറഞ്ഞത്. സ്വീകരിച്ചിട്ടുണ്ട് എന്ന് വീണ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും അവരാദ്യം ചെയ്യേണ്ടത്, ഞാൻ പറയുന്നത് പ്രതിപക്ഷ നേതാവ് രാജിവെച്ച് അദ്ദേഹത്തിൻ്റെ മകൾ ഇതിനകത്ത് ഈ കേസിലൊന്നുമില്ല, ഇതൊക്കെ വെറുതെയാണ് അദ്ദേഹത്തിന് എതിരായിട്ട് വന്നിട്ടുള്ള വാർത്തകളാണ്, ഇത് രാഷ്ട്രീയ പ്രേരിതമായിട്ട് വന്നതാണെന്ന് തെളിയിക്കുന്നത് വരെയെങ്കിലും അദ്ദേഹം ആ സ്ഥാനത്ത് തുടരരുത് എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാൻ.